തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഉത്സവ എഴുന്നള്ളത്തിനു തിടമ്പേറ്റിയാൽ തിടമ്പിറക്കും വരെ തലയുയർത്തിപ്പിടിച്ചിരിക്കും എന്നതാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പ്രത്യേകത. ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്ന് വാളയാർ ചുരം കടന്നു വന്ന മോട്ടി പ്രസാദ് എന്ന ആനക്കുട്ടി പിന്നീട് ഗണേശൻ എന്ന പേരിൽ അറിയപ്പെടുകയും അത് പിന്നീട് തെച്ചിക്കോട്ടുകാവ് ദേവസ്വത്തിന്റെ ഭാഗമായപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനുമായി മാറുകയും ചെയ്തു. പിന്നെ നടന്നത് വിസ്മയിപ്പിക്കുന്ന ചരിത്രം. ഒരു ദേശത്തിന്റെ പേര് ഒരു ആനയുടെ പേരിൽ ലോകം മുഴുവൻ അറിയപ്പെട്ടു എന്നതാണ് ഈ ആനയുടെ പ്രസക്തി. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ആനകളിൽ രണ്ടാമനാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. 1982 ആന ഏജന്റായ വെങ്കടാദ്രി മോട്ടി പ്രസാദ് എന്ന ആനയെ വാങ്ങി കേരളത്തിലേക്ക് എത്തിക്കുന്നത്. 1984 തെച്ചിക്കോട്ടുകാവ് ദേവസ്വം ആനയെ വാങ്ങി രാമചന്ദ്രൻ എന്ന പേര് നൽകിയത്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള, അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആനയും അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ട്. നാട്ടാനകളിലെ ഏക ഛത്രാധിപതി എന്ന് കേൾവി കേട്ട രാമചന്ദ്രന് ഏറ്റവും മികച്ച ആന എന്നതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാന കൂടിയാണ് രാമചന്ദ്രൻ. ചട്ടം പഠിപ്പിക്കുന്ന കാലത്ത് ഏതോ ഒരു പാപ്പൻ കാണിച്ച ക്രൂരതയാണ് രാമന്റെ ഒരു കണ്ണ് ഇല്ലാതാക്കിയത് എന്നൊരു ശ്രുതി ആനപ്രേമികൾക്കിടയിലുണ്ട്. രാമചന്ദ്രന്റെ സാന്നിധ്യം പൂരപ്പറമ്പുകൾക്ക് നൽകുന്ന ആർജവം തന്നെയാണ് അവന് കിട്ടിയ അനുഗ്രഹവും.